दोस्तों, वो लोग गोली बंदूक चलाते हैं, पुलिस बुलाते हैं, सेडिशन लगाते हैं और हम अन्याय के खिलाफ डफली बजाते हैं। यही हमारी लड़ाई है, यही हमारा संघर्ष है और इस लड़ाई को, इस पीसफुल बैटल को हम जरूर जीतेंगे। इसीलिए आपसे अपील है कि आप 16 तारीख को मोहसिन को जिताइए और इस देश के अंदर शुक्रिया। इंकलाब जिंदाबाद, हमारी एकता जिंदाबाद। जय भीम, लाल सलाम। വേദിയിൽ മറ്റുള്ള ആളുകൾ ഇറങ്ങണം, വേദിയിൽ നിന്ന് ഇറങ്ങണം. പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത്
അനുവദനീയമല്ലാത്ത ആളുകൾ താഴത്തേക്ക് ഇറങ്ങണം. പ്ലീസ്, ദയവ് ചെയ്തോ സ്റ്റേജിൽ നിന്ന് അനുവദനീയമല്ലാത്ത ആളുകൾ പ്രിയമുള്ളവരെ 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 അടുത്തതായി സലാം മുഹമ്മദ് മുഹസിൻ നമ്മോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി സഖാവിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും JNUവിലും അതുപോലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ കനയ്യ ഇവിടെ അവതരിപ്പിച്ചു, സംസാരിച്ചു. വളരെ ആവേശകരമായ പ്രസംഗമായിരുന്നു. ട്രാൻസ്ലേഷൻ അറിയാത്തവർക്ക് നാളെ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥമുള്ള വീഡിയോ നമ്മൾ തരുന്നതാണ്. ഒരു ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പട്ടാമ്പിയിലെയും കേരളത്തിലെയും സാധാരണക്കാരന്റെ ശബ്ദം, അവശത അനുഭവിക്കുന്നവന്റെ ശബ്ദം, രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെട്ട ഞാൻ ഒരു രാജ്യദ്രോഹിയല്ല, രാജ്യസ്നേഹിയാണെന്ന് കാണിക്കണം. അതിന് പലതരത്തിലുള്ള ആരോപണങ്ങളിലൂടെ രാഷ്ട്രീയം നടത്തുന്നവരുണ്ട്. നമ്മളൊന്നും ആരോപണത്തിന്റെ രാഷ്ട്രീയമല്ല നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയം ഒരു ആശയത്തിൽ അധിഷ്ഠിതമാണ്. ആ ആശയം മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നതാണ്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ശബ്ദമാവുക എന്നതാണ്. പ്രകൃതിയും പരിസ്ഥിതിയും ഉൾക്കൊള്ളുക എന്നതാണ്. അതുകൊണ്ട് ആരോപണത്തിന്റെ രാഷ്ട്രീയത്തെ നമ്മളാരും ഭയപ്പെടുന്നില്ല. രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെട്ട JNUവിലെ ഒരു വിദ്യാർത്ഥിയെ കേരളം ഇടതുപക്ഷത്തിന്റെ മണ്ണാണ്. മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും തോളോട് ചേർന്ന് ജീവിക്കുന്ന മണ്ണാണ്. നമ്മൾ കാണിച്ചു കൊടുക്കണം. കേരള നിയമസഭയിൽ എത്തിച്ചുകൊണ്ട് മോഡിക്ക് മറുപടി പറയാൻ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കൂടിയിരിക്കുന്നവരെയും പട്ടാമ്പിയിലെ എല്ലാവരുടെയും ശബ്ദം കേരള നിയമസഭയിൽ ഉയരും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എല്ലാവരും അറിയുന്ന ആളുകളോടൊക്കെ പ്രത്യേകം പറഞ്ഞ് അരിവാളും നെൽക്കതിരടയാളത്തിൽ വോട്ട് ചെയ്യിപ്പിക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഞാൻ മുന്നിലുണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. അടുത്തതായി SFIയുടെ ദേശീയ പ്രസിഡന്റ് സഖാവ് VP സാനു നമ്മോട് സംസാരിക്കും. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിൽ സന്നിധനായിരിക്കുന്ന സഖാവ് കനയ്യകുമാർ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മുഹസിൻ, MP രാജേഷ്, എൻ്റെ പ്രിയ സുഹൃത്ത്, ASFന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വിശ്വജിത്ത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സഖാക്കളെ, ഒരു പേമാരിക്ക് ശേഷം ഇനി ഒരു ചാറ്റൽ മഴയ്ക്ക് പ്രസക്തിയില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വാർത്തകളൊന്നും നിങ്ങളുടെ മുന്നിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നേരത്തെ കനയ്യകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇന്ത്യൻ ചെഗുവേര എന്ന് വിശേഷിപ്പിക്കുന്നവരോട് അദ്ദേഹം കൊടുത്ത മറുപടി, ഞാനല്ല ഇന്ത്യൻ ചെഗുവേര, മറിച്ച് ഇവിടെ ആരെല്ലാമാണ് ഇവിടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി